പഠനത്തോടൊപ്പം തന്നെ ചെറിയ ജോലികൾ ചെയ്ത് വരുമാനം നേടി സ്വയം പര്യാപ്തരാകുന്നതിനായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് 3 വിദ്യാർത്ഥികൾ. തൃശൂർ പുറനാട്ടുകര ശ്രീ ശാരദ ഗേൾസ് HSSലെ വിദ്യാർത്ഥികളുടെ ആശയമാണ് പ്രാരംഭ ദിശയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ പഠനത്തോടൊപ്പം ജോലി എന്ന ആശയം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാർത്ഥിനികളായ ശ്രേയ, ഹൃതിക, ഡെൽന എന്നിവർ. പഠന സമയത്തിനു ശേഷം വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ പാർട്ട് ടൈം ജോലി കണ്ടെത്തി വരുമാനം നേടിക്കൊടുക്കുകയാണ് ആപ്ലിക്കേഷൻ വഴി ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന പണം തുടർ പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കാനാകും. ഇടത്തരം കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവർക്കായിരിക്കും ഇത് കൂടുതൽ ഉപകാരപ്രദമാവുക. അപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നമ്മുടെ കുട്ടികളുണ്ടല്ലോ, ഇവർക്കെല്ലാം ഒരു കഴിവുകളുണ്ടാവും. ആ കഴിവ് ഉപയോഗിച്ച് ഇവർക്ക് പൈസ സമ്പാദിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞങ്ങൾ ഈ വെബ്സൈറ്റിലൂടെ കാണിക്കുന്നത്. ഇത് ഡെൽന CV, ഇത് ഹൃതിക PP. ഞങ്ങളാണ് YIP സ്റ്റേറ്റ് ലെവൽ വിന്നേഴ്സ്. അപ്പോൾ ഇതിൽ 2 ഓപ്ഷനാണുള്ളത്. സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്യാനും ഒപ്പം ഈ ബിസിനസ് അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലോഗിൻ ചെയ്യാനുള്ള 2 പോർട്ടലാണുള്ളത്. അപ്പോൾ ഇതെന്തിനാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരുപാട് ഫാമിലീസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൊബൈൽ ആപ്ലിക്കേഷന്റെ അടിസ്ഥാന രൂപം തയ്യാറായി കഴിഞ്ഞു. ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ വിവരങ്ങൾ വെച്ച് അനുയോജ്യമായ ജോലി എന്തെന്നും എവിടെയെന്നും ഓട്ടോമാറ്റിക്കായി അറിയാൻ സാധിക്കും. പ്രാദേശിക മേഖലയിൽ തൊഴിലുകൾ കണ്ടെത്താൻ ഇതുവഴി എളുപ്പം സാധിക്കുമെന്നാണ് പ്രതീക്ഷ. 8.0 സംസ്ഥാനതല വിജയികളായ ശ്രേയ P, ഹൃതിക PP, ഡെൽന CV ഈ 3 കുട്ടികളും ശ്രീ ശാരദ സ്കൂളിൻ്റെ അഭിമാന താരകങ്ങളായി മാറിയിരിക്കുന്നു. യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ പഠനത്തോടൊപ്പം തന്നെ 4 മണിക്കൂറുകളോളം വേറെ ഒപ്പം തന്നെ ജോലിക്കായിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് അതിനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി 4 മണിക്കൂർ കുട്ടികൾ ജോലിയിലും കൂടി ഏർപ്പെടുകയാണെങ്കിൽ അവർക്കത് പഠനത്തിന് ഒരു സഹായമാവും. ആപ്ലിക്കേഷൻ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കാൻ ഇനിയും കടമ്പകൾ ഏറെയാണ്. കൃത്യമായ സാങ്കേതിക സഹായവും നിർമ്മാണ ചെലവും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ആശയം അടുത്ത മാസം മുഖ്യമന്ത്രിയടക്കം പങ്കെടുക്കുന്ന യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.